കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർന്ന് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചനം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. പ്രൈസ്. അനവധി തവണകൾ ഈ വചനം വായിച്ച് നാം ശുശ്രൂഷിക്കാറുണ്ട്. ഇന്ന് പകൽ വീണ്ടും നാം ഈ വചനത്തോട് ചിന്തിക്കുമ്പോൾ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. പ്രൈസ്. ഈ സൗമ്യത എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തുമായി ബന്ധപ്പെടുത്തി പഠിക്കുമ്പോഴേ പ്രൈസ്, അതെങ്ങനെയാണ് ആ സൗമ്യത നമ്മൾ വെളിപ്പെടുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രൈസ്. അല്ല, ഒന്നാമത്തെ കാര്യം, സൗമ്യത എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുണ്ടാകുന്ന ആത്മാവിന്റെ ഫലമാണത്. അല്ലേ? ആത്മാവിന്റെ ഫലങ്ങളിലെ 8-ാമത്തെ ഫലമാണ് സൗമ്യത എന്ന് പറയുന്നത്. ഇത് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വെളിപ്പെടുമ്പോഴാണ് നമുക്ക് സൗമ്യനായി മാറാൻ കഴിയത്തുള്ളൂ. പ്രൈസ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നതിന് പുറമെ വളരെ സൗമ്യനായി നടക്കും, സൗമ്യത കാണിക്കുകയും അവരുടെ അകം എന്ന് പറയുന്നത് വളരെ കരിമരുന്നായിരിക്കും, ഏത് സമയത്തും പൊട്ടും. പ്രൈസ്. അപ്പോൾ സൗമ്യത എന്ന് പറയുന്നത് അത് നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് എന്ന് പറയുമ്പോൾ അത് ഭർത്താവിനുള്ള സംസാരത്തിൽ, ഭാര്യയുള്ള സംസാരത്തിൽ സൗമ്യത ഉണ്ടാകണം. അപ്പനും മക്കളോട് സംസാരിക്കുമ്പോൾ, അമ്മായിയമ്മ മരുമോള് സംസാരിക്കുമ്പോൾ പരസ്പരം സൗമ്യത. സഭയിൽ സംസാരിക്കുമ്പോൾ, ഇടയനുമായി സംസാരിക്കുമ്പോൾ, വിശ്വാസികളുമായി സംസാരിക്കുമ്പോൾ സൗമ്യത ഉണ്ടാകണം. അയൽവാസികളുമായി, ദേശക്കാരുമായി, സമൂഹത്തിൽ എവിടെ സംസാരിക്കുന്നെങ്കിലും നമ്മൾ സൗമ്യത നമ്മൾ വെളിപ്പെടണം. അല്ലേ? ഇതെല്ലാം സൗമ്യതയിലായിരിക്കണം. പ്രൈസ്. ഒരു ചെറിയ കുഞ്ഞിനോട് പോലും നമ്മൾ സൗമ്യ മനോഭാവത്തിൽ വേണം സംസാരിക്കാൻ. ഈ സൗമ്യത എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളിലൂടെ വെളിപ്പെടേണ്ടതാണ്. നമ്മുടെ അതരത്തിൽ പുറപ്പെടുന്ന വാക്കിലൂടെ സൗമ്യത വെളിപ്പെടണം. സൗമ്യത എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകളിലൂടെ, നമ്മുടെ നോട്ടത്തിലൂടെ വെളിപ്പെടേണ്ടതാണ്. പ്രൈസ്. സൗമ്യത എന്ന് പറയുന്നത് നമ്മുടെ കേൾവിയിലൂടെ ആ വെളിപ്പെടുത്തണം. പ്രൈസ്. സൗമ്യത എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്വസനത്തിലും അല്ലെങ്കിൽ സൗമ്യത ഉണ്ടാകണം. ശ്വസിക്കുമ്പോൾ, അപ്പോൾ അവർക്ക് എന്താ ശ്വസനത്തിന്റെ സൗമ്യത? ചിലപ്പോൾ നമുക്ക് അനുയോജ്യമായ സുഗന്ധങ്ങളൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പം ദുർഗന്ധങ്ങളായിരിക്കും. അവിടെ ചിലപ്പം മനുഷ്യൻ സമനില തെറ്റി ആമീൻ എന്തെങ്കിലുമൊക്കെ സൗമ്യതയില്ല വിളിച്ചു പറയും. പക്ഷെ സൗമ്യത ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ കൈകൾ കൊണ്ട് പ്രവൃത്തി കൊണ്ട്, കാലുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഒക്കെ സൗമ്യത ഉണ്ടാകണം. ഒരു മനുഷ്യൻ ഉത്തമനായി ജീവിക്കണമെങ്കിൽ സൗമ്യത അവന്റെ ഉള്ളിൽ വരുമ്പോഴാണ് ആ മനുഷ്യൻ ഉത്തമനായി ജീവിക്കാൻ കഴിയുള്ളൂ. ഉത്തമൻ എന്ന പേരുള്ളത് കൊണ്ട് ആ മനുഷ്യൻ സൗമ്യനാകണമെന്നില്ല. ഉത്തമൻ എന്ന പേരുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷെ അവരൊന്നും സൗമ്യതയുള്ളവരല്ല. പേരുകൊണ്ട് ഒരിക്കലും ആ പേരിന്റെ അർത്ഥത്തിനനുസരിച്ച് ആ മനുഷ്യൻ ജീവിക്കണമെന്നില്ല. അല്ലേ? അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ സൗമ്യത വെളിപ്പെടേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് കർത്താവായ യേശു ക്രിസ്തു നമ്മോട് നേരിട്ട് സംഭാഷിച്ച വചനമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഉണ്ടായിരുന്നു. സൗമ്യതയുള്ളവർ. അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ സൗമ്യതയുള്ള മനുഷ്യരില്ല. എനിക്കറിയാം, ഞാൻ ഓരോ ദിവസവും പ്രഭാതത്തിൽ കണ്ണു ചിമ്മി എഴുന്നേറ്റ് വരുമ്പോൾ സൗമ്യതയോട് കൂടി സംസാരിക്കുന്നവരെ കാണാതെ ആക്രോശത്തോടു കൂടി സംസാരിച്ച് പ്രതികാരത്തോടു കൂടി സംസാരിക്കുന്നവരെ കാണുന്നു. വെളുപ്പം കാലത്തൊട്ട് കാണുന്നത് അങ്ങനെ. സ്തോത്രം. എന്നെ കേൾക്കുന്ന സൗമ്യത എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ആത്മാവിന്റെ ഫലങ്ങൾ 8-ാമത്തേത് ഹൃദയത്തിന്റെ അന്തർഭാഗത്തുണ്ടെങ്കിലേ നമുക്ക് എല്ലാവരോടും സൗമ്യത കാണിക്കാൻ കഴിയുള്ളൂ. രക്തചയം. അല്ലേ? ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നവൻ സൗമ്യനായി മാറിക്കഴിയുമ്പോൾ അവന്റെ വീട്ടിലെ വളർത്തുമൃഗം കൂടെ അത് അറിയുമെന്ന് പണ്ടൊരു ഭക്തൻ പ്രസംഗിച്ചത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രൈസ്. ചില പുസ്തകത്തിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. അപ്പൊ മനുഷ്യന്റെ ജീവിതം എല്ലാ നിലയിലും സൗമ്യനായിരിക്കണം. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ഇതിന്റെ ജീവിതം എല്ലാ നിലയിലും സൗമ്യതയുള്ളവരായിരിക്കണം. എന്നെ കേൾക്കുന്ന സഹോദരൻ സൗമ്യതയുള്ളവനായിരിക്കണം. ചില ആളുകളെ കാണത്തില്ല, ഈ ലോകത്തിന്റെ വെറുക്കൂത്തുകൾക്കകത്ത് അകപ്പെട്ട് മദ്യത്തിനും മയക്കും ലഹരിക്കും അടിപ്പെട്ട് കഴിഞ്ഞ പിന്നെ സൗമ്യതയൊക്കെ അങ്ങോട്ട് മാറും. അല്ലേ? നമ്മൾ നല്ല
വേഷം ധരിച്ചത് കൊണ്ടൊന്നും സൗമ്യനാകത്തില്ല. നല്ല വേഷം ധരിച്ചത് കൊണ്ടോ, നമ്മൾ ബൈബിൾ കൊണ്ട് നടന്നുകൊണ്ട് ബൈബിൾ പ്രഭാഷണം നടത്തിയത് കൊണ്ടോ, നിരന്തരമായി സഭയിൽ വന്നതുകൊണ്ടോ, സാക്ഷ്യം പറഞ്ഞുകൊണ്ടോ, സഭയ്ക്ക് വേണ്ടുന്ന ദശാംശങ്ങൾ സ്വോത്രകാഴ്ചയ്ക്ക് കൊടുത്തത് കൊണ്ടോ സൗമ്യനാകണമെന്നില്ല. ഹല്ലേലൂയ. ഞാൻ പറയാറുണ്ട്, ചില വിശ്വാസികളുടെ കുടുംബത്തിൽ ചെല്ലുമ്പം നരകമാണ്. പ്രൈസ് ദി ലോർഡ്. സൗമ്യതയില്ലാത്ത മക്കൾ, സൗമ്യതയില്ലാത്ത ഭർത്താവ്, സൗമ്യതയില്ലാത്ത ഭാര്യ, അല്ലെങ്കിൽ സൗമ്യതയില്ലാത്ത കുടുംബം നരകത്തിന് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്. മദ്യപിച്ച് കുടുംബത്തിനകത്ത് ആമേൻ പ്രശ്നം ഉണ്ടാക്കുന്ന സഹോദരന്മാർ സാത്താന്റെ സന്തതികളാണ്. സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ, ദേശത്തിൽ പ്രശ്നം, അവരൊക്കെ സാത്താനെ നയിക്കപ്പെടുന്നവരാ. കുടുംബകലഹം ഉണ്ടാക്കുന്ന സഹോദരിമാർ സാത്താനെ നിയന്ത്രിക്കപ്പെടുന്നവരാ. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന മക്കൾ സാത്താന്റെ അനുയായികളാണ്. സൗമ്യത ഉണ്ടല്ലോ, അവരൊന്നും ചെയ്യത്തില്ല. സൗമ്യത ഇല്ലാത്തത് കൊണ്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും സൗമ്യതയുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ സൗമ്യത വെളിപ്പെടുത്തണം. രക്തക്ഷയം. ചിലർ ഭയങ്കര സൗമ്യനാന്നുള്ള അഭിനയം കാണാൻ കഴിയും. ഭയങ്കര സൗമ്യനാണ്, ഭയങ്കര അഭിനയം. അവരെ പോലെ അഭിനയിക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ ചലച്ചിത്രം ആ ലോകത്തിൽ പോലും ആർക്കും കഴിയത്തില്ല. ഒരു ഭയങ്കര അഭിനയം നടത്തും, പക്ഷെ അവർ സൗമ്യനല്ല. നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ അങ്ങനെ ഒരുപാട് പേരെ കാണാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. സ്തോത്രം. നല്ല സൗമ്യനായ ഒരാളെ കണ്ടെത്തുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. നല്ല സൗമ്യനായ ഒരാളെ കണ്ടെത്താൻ കഴിയുമോ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ നോക്കിയിട്ട്, നിങ്ങളെ നോക്കിയിട്ട് പറയാൻ കഴിയുമോ ഞാൻ നല്ല സൗമ്യനായ മനുഷ്യനെന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലും പറയില്ല. നല്ലൊരു സൗമ്യനായ മനുഷ്യൻ നമുക്ക് കണ്ടെത്താനും കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ സൗമ്യതയിലേക്ക് വരണം, സൗമ്യനായി മാറണം. അതിനാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങൾ എന്നെ അനുകരിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു സൗമ്യതയുള്ളവനായിരുന്നു. ആ സൗമ്യതയാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത്. സൗമ്യത നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് എന്ത് ആനന്ദമായിരിക്കും. രക്തം ചെയ്യും. നിന്റെ കുടുംബത്തിനകത്ത് നിലവിളിയല്ലേ, കണ്ണുനീരല്ലേ, പ്രശ്നങ്ങളല്ലേ, പ്രതിസന്ധികളല്ലേ, മരണത്തിന്റെ എല്ലാവരും അനുഭവങ്ങളല്ലേ, നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയുള്ള മഹാവ്യാധികളല്ലേ, പുലർകാലി എഴുന്നേൽക്കുമ്പോൾ തൊട്ട് വൈകിട്ട് കിടക്കാൻ പോകുന്നിടം വരെയും പ്രശ്നങ്ങളല്ലേ കുടുംബത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയില്ല, പരിശുദ്ധാത്മാവിന്റെ ഫലമായിരിക്കും സൗമ്യത ഇല്ലാത്തത് കൊണ്ട്. ഹല്ലേലൂയ. നീ എപ്പോഴും കോപത്തോടെ കൂടെ സംസാരിക്കും. രക്തം ചെയ്യും. ചിലര് കോപമൊക്കെ കൊണ്ട് കയറി കഴിയുമ്പോൾ ചുണ്ടും നാവും ആ കണ്ണും കൺപിരിയും ഒക്കെ മൂക്കൊക്കെ കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങും. ചെവിയൊക്കെ കിടന്ന് തുള്ളന്ന് കാണാൻ കഴിയും. ഈ സൗമ്യത നഷ്ടപ്പെട്ട് കോപം വരുമ്പോൾ പിന്നെ എല്ലാം കൂടി മുഖത്തേക്ക് അങ്ങ് പ്രകടമാകും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താ സഹോദര സഹോദരി? നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ അനുകരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരണം. നീ ഒരു സൗമ്യനായി മാറണം. ഒരു സൗമ്യനായി ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർക്കൊന്നും ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സൗമ്യതയോടുകൂടി സംസാരിക്കുന്നവരില്ല. എല്ലാവരും തങ്ങളുടെ കഴിവ്, തങ്ങളുടേതായ തൻ്റെ ഇടം, അവരുടേതായ ആക്കങ്ങ് പ്രകടമാക്കുക. സൗമ്യമായിട്ട് സംസാരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ സൗമ്യതയിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. നിങ്ങളുടെ സൗമ്യതയിൽ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല. അപ്പൊ ആത്മാവിന്റെ 8ാമത്തെ ഫലമാണ് സൗമ്യത. ചിലരുടെ മുഖങ്ങൾ സൗമ്യത എന്ന അനുഭവത്തിൽ വളരെ ശാന്തമായ രീതിയിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവരുടെ മുഖം വളരെ ശാന്തത നിറഞ്ഞതായിരിക്കും. ഹല്ലേലൂയ. എല്ലാ തിന്മകളുടെയും ദ്രോഹങ്ങളുടെയും ക്ഷമിച്ചുകൊണ്ട് അവർ സൗമ്യതയുള്ളവരായിരിക്കും. എല്ലാ തിന്മകളും ദോഷങ്ങളും സഹിച്ചുകൊണ്ട് അവർ സൗമ്യതയുള്ളവരായിരിക്കും. ഹല്ലേലൂയ. ഒന്നിനും ഹല്ലേലൂയ അലട്ടിക്കൊണ്ടിരിക്കാതെ, ഒന്നിനും പ്രശ്നം ഉണ്ടാക്കാതെ എല്ലാ സമയങ്ങളിലും സൗമ്യതയായിരിക്കും. അങ്ങനെയുള്ളവരെ നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെയുള്ളവരും ഇല്ല. എല്ലാവരും ഭാവാഭിനയമാണ്. അല്ലെങ്കിൽ എല്ലാ അഭിനയം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എൻ്റെ കാര്യം അടക്കമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ഈ സൗമ്യതയെക്കുറിച്ച് പഠിച്ചപ്പം ഞാൻ ആദ്യം ചോദിച്ചത്, കർത്താവ് എൻ്റെ ഉള്ളിൽ ഈ സൗമ്യത ഉണ്ടോ എന്നാണ്. എനിക്കത് സൗമ്യത കാണിക്കാൻ കഴിയുമോ, സൗമ്യതയിലൂടെ പ്രസംഗിക്കാൻ കഴിയുമോ എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടാണ് വചനം പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.
അല്ലേറിയ. അപ്പൊ സൗമ്യത ഒരു ഭാവാഭിനയമല്ല, സൗമ്യത ഒരു പ്രകടനമല്ല, അത് ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടതാണ്. രക്തം ചെയ്യും. അല്ലേറിയ. ഇവിടെ നമുക്കറിയാം അല്ലിയ, സൗമ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലിയ നമ്മളത് ക്രിസ്തുവിലൂടെയാണ് കാണിക്കുന്നത്. നമുക്കറിയാം ചില ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരാരോടൊന്നും മിണ്ടത്തില്ല, സംസാരിക്കത്തില്ല, ആരോടും കൂട്ടുകെട്ടൊന്നുമില്ല, അങ്ങനെ വളരെ സൗമ്യത ഭാഗം കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവരെ നോക്കിയിട്ട് പറയാം ഭയങ്കര ഭീരുവാ, അല്ലെങ്കിൽ അവൻ ഭയങ്കര ഭീരുവാണ്, ബലഹീനനാണ് എന്നൊക്കെ നമ്മൾ പറയും. ഭീരുവായിട്ടോ ബലഹീനായിട്ടോ ഒന്നുമല്ല, ചിലര് നാം അടച്ചങ്ങ് പിടിക്കും. ലേറിയ പ്രവേശം. യഥാർത്ഥത്തിൽ സൗമ്യത അല്ലെങ്കിൽ ശാന്തത എന്നത് ഒരാളുടെ മനോബലത്തെയും വലിയ മനദൃഢത്തെയുമാണ് കാണിക്കുന്നത്. ലേറിയ മനസ്സിന്റെ ബലത്തെ, മനസ്സിന്റെ ദൃഢതയാണ് സൗമ്യത എന്ന് പറയുന്നത് കാണിക്കുന്നത്. ഇത് നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വെളിപ്പെടുമ്പോഴാണ് ശ്രോതാവേ നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത്. നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ശത്രു എത്ര പ്രതികൂലത്തോടുകൂടി നിനക്കെതിരെ വന്നാലും, ആക്രോശത്തോടുകൂടി വന്നാലും, സൗമ്യതയുടെ ആത്മാവിൽ നിനക്ക് അവരെ നേരിടാൻ കഴിയുന്നെങ്കിൽ, സൗമ്യതയോടെ സംസാരിക്കാൻ കഴിയുന്നെങ്കിൽ, അല്ലേലിയ, അവിടെ എന്ത് സമാധാനമുണ്ടാകും. രക്തം ചെയ്യും. ഇന്ന് ആയിരക്കണക്കിന് ഭവനങ്ങൾ സമാധാനമില്ലാതെ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ്. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് നിന്റെ ഉള്ളിൽ സൗമ്യത വെളിപ്പെടണം. 69 സങ്കീർത്തനം അതിന്റെ 32 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും, ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ. സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും, ദൈവത്തെ അന്വേഷിക്കുന്നവര് നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ. അപ്പം എന്താ അത് കണ്ട് സന്തോഷിക്കും, സൗമ്യതയുള്ളവർ കണ്ട് സന്തോഷിക്കും എന്ന് പറയുന്നത്. ലഹരി. സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കുക. സൗമ്യതയുള്ളവൻ ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ ദൈവത്തിൽ നിൽക്കും എന്ന് പറഞ്ഞാൽ സങ്കീർത്തന പുസ്തകം 69 30-31 വാക്യങ്ങൾ വായിക്കാൻ കാണുന്നുണ്ട്. ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരം. ലേവിയ. ദൈവത്തെ സ്തുതിക്കുന്നതിൽ, ദൈവത്തെ മഹത്വപ്പെടുന്നതിൽ നമ്മൾ സൗമ്യത ഉണ്ടാകണം. എന്നിട്ടാണ് പറയാൻ സൗമ്യതയുള്ള അത് കണ്ട് സന്തോഷിക്കും, ദൈവത്തെ അന്വേഷിക്കുന്നതിൽ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കട്ടെ. അല്ലേലിയ എന്ന് പറഞ്ഞാൽ അല്ലേലിയ ദൈവത്തിന് പ്രസാദകരമായ യാഗം എന്ന് പറയുന്നത് സൗമ്യതയോടെ ചെയ്യുന്നതാണ്. അല്ലേലിയ. ഇവിടെ കൊമ്പും കുളമ്പും ഉള്ള മൂരി എന്ന് പറയുന്നത് യാഗമൃഗം വിശുദ്ധിയുള്ളതും പ്രായപൂർത്തിയായതാണെന്നും കാണിക്കുന്നതാണ്. കൊമ്പും കുളമ്പുള്ള മൂരി എന്ന് പറയുമ്പോൾ യാഗമൃഗം അതിന്റെ യാഗമൃഗം വിശുദ്ധിയുള്ളതും പ്രായപൂർത്തിയായതും ഊനമില്ലാത്തതുമായിരിക്കണം. ഊനമില്ലാത്തത് ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കണം. അല്ലേലിയ. ദൈവത്തെ മാമോനെയും കൂടെ സേവിക്കാൻ പാടില്ല. ചിലർ ഇവിടെ നിൽക്കും, അവിടെ നിൽക്കും. ചിലർക്ക് പള്ളിയും വേണം, ചിലർക്ക് ദൈവവും വേണം. അല്ലേലിയ. സ്വതം അല്ലെ. നമ്മൾ ദൈവത്തെ, കർത്താവായ യേശുക്രിസ്തു ഏക രക്ഷകൻ, ഈ ലോകത്തിൽ ഏക രക്ഷകൻ എന്ന് പറഞ്ഞ യേശു മാത്രമാണ്, മറ്റൊരു രക്ഷകനും ഇല്ലെന്നാണ്. അപ്പൊ ഏക രക്ഷകനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിന്റെ സൗമ്യത വെളിപ്പെടണം. അല്ലേലിയ. ലിയോ 14 മാർപ്പാപ്പ അലിയ മറിയെ സഹ രക്ഷകയായിട്ടും അല്ലേലിയ ഒന്നും കൂട്ടാൻ പാടില്ല, മധ്യസ്ഥ ചെയ്യാൻ പാടില്ല. അവർ മധ്യസ്ഥ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ചില സമുദായങ്ങൾ, ചില ആളുകൾക്ക് അതിനെ കൊണ്ട് സൂഹിക്കാതെ കൊണ്ട് അവരതിനെ വളരെ തന്ത്രപരമായിട്ട് വേറെ നിലയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക. അതിന് വ്യാഖ്യാനിച്ചാലും ഇല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന സ്വഭാവം യേശു മാത്രമേ രക്ഷകൻ. നിങ്ങൾ കേട്ടാലും കേട്ടില്ലേലും യേശുക്രിസ്തു മാത്രമേ രക്ഷകളുള്ളൂ. മറ്റാരോട് പ്രാർത്ഥിച്ചാൽ, യേശുക്രിസ്തുവിനോട് ഒഴികെ നിങ്ങൾ മറ്റാരോട് പ്രാർത്ഥിച്ചാലും, ഏത് പുണ്യവാളന്മാരോട് പ്രാർത്ഥിച്ചാലും, പുണ്യവതികളോട് പ്രാർത്ഥിച്ചാലും, വാഴ്ത്തപ്പെട്ടവരോടോ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നതെല്ലാം സാത്താനുള്ള ആരാധനയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കണം. സൃഷ്ടാവായ ദൈവത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത്. സകലത്തിന് സൃഷ്ടിച്ചവനാണ് മഹത്വം കൊടുക്കേണ്ടത്. മാനകുലത്തിന്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവിനാണ് മഹത്വം കൊടുക്കേണ്ടത്. കർത്താവ് യേശുവിനെയാണ് രക്ഷകനായി സ്വീകരിക്കേണ്ടത്. അല്ലാതെ സഭ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സഭയുടെ തലപ്പത്തിരുന്നവർ
പറഞ്ഞു പഠിപ്പിച്ചതും ബൈബിൾ ഇല്ലാത്തതുമായതിനെയല്ല നമ്മൾ അല്ലെങ്കിൽ രക്ഷകനായി സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ രക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ്. അല്ലേറിയ. അതുകൊണ്ടാണ് വചനം പറയുന്നത് അല്ലേറിയ. അപ്പം കൊമ്പും കുളമ്പുമുള്ള മൂരി എന്ന് പറയുന്നത് ഈ യാഗമൃഗം വിശുദ്ധിയുള്ളതും പ്രായപൂർത്തിയായതാണെന്നും കാണിക്കുന്നു. എന്നാൽ അല്ലെങ്കിൽ ഇത്തരം മൃഗബലിയേക്കാൾ കൃതജ്ഞതയും സ്നേഹവും നിറഞ്ഞ സ്തോത്രയാഗമാണ് ദൈവത്തിന്റെ പ്രസാദം. പഴയ നിയമത്തിലാണ് നമ്മൾ പറയുന്ന യാഗമൃഗം വിശുദ്ധിയുള്ളതും അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ പ്രായപൂർത്തിയാണെന്ന് പറയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത് ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് നന്ദിയും സ്തോത്രവും സ്തുതിയും പറഞ്ഞ് സ്നേഹത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടമായ യാഗം. അത് സൗമ്യതയുടെ ആത്മാവിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇന്നത്തെ സഭയ്ക്കകത്ത് ഇരിക്കുന്ന ആളുകൾക്ക് സൗമ്യതയില്ല. സഭാ നേതാക്കന്മാർക്ക് സൗമ്യത നഷ്ടപ്പെട്ടു പോയി. നിങ്ങളെല്ലാ സഭയുടെ നേതാക്കന്മാരെ എൻ്റെ മെസ്സേജ് നിങ്ങൾ ഫാമിലി കാണാറില്ലേ, കേൾക്കാറില്ലേ? സഭകളെ കുറിച്ച് കേൾക്കാൻ സഭാ നേതാക്കന്മാരുടെ സൗമ്യത നഷ്ടപ്പെട്ടു പോയി. സഭാ നേതാക്കന്മാരുടെ സൗമ്യത നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അവര് ഇന്നിപ്പോ സൗമ്യതയോടെ സംസാരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. ദൈവരാജ്യത്തിലൊക്കെ പോകണമെങ്കിൽ സൗമ്യതയോടെ നമ്മൾ ദൈവത്തിനെ ശുശ്രൂഷിച്ച് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ യേശുവിന്റെ അരികിൽ വന്ന വരണ്ട കൈയുള്ളവനെയും കുരുടനെയും ചികടത്തിനെയും മുടന്തനെയും വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചവളെയും കുഷ്ഠരോഗിയും ഒക്കെ യേശു സൗമ്യതയുടെ ആത്മാവിൽ തന്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചു. അവർക്കൊക്കെ കർത്താവ് സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. എല്ലാവരോടും സൗമ്യനായി ഇടപെടുവാനുള്ള നല്ല മനസ്സും ഹൃദയവും നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു. ആ കർത്താവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ വൈദ്യരെ നിന്റെ ജീവിതത്തിൽ എപ്പോഴും സൗമ്യതയുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന സഹോദര സൗദിന്റെ ആയ ഭവനത്തോട് നിനക്ക് സൗമ്യതയോടെ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ കുടുംബത്തിൽ നിനക്ക് സൗമ്യതയോടെ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? അടുത്ത കുടുംബത്തിലുള്ളവന്റെ, അടുത്ത വീട്ടിലെ സഹോദര കുറ്റവും കുറവും കണ്ടുപിടിച്ച്, മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് വിമർശിച്ച് കുറെ ആളുകളെ വീട്ടിനകത്ത് വിളിച്ചു കൂട്ടിയെന്ന് വട്ടമേശ സമ്മേളനം നടത്തി മറ്റുള്ളവരെ പരിഹസിക്കുന്ന അനുഭവത്തിലൂടെ പോകുന്ന അനവധി സഹോദരന്മാരുടെ ടീമുകളെ നമുക്കറിയത്തില്ലേ? ചില ആളുകൾക്ക് മറ്റുള്ള കുറ്റങ്ങൾ പറഞ്ഞാലേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ചില കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചു കഴിയുമ്പോൾ ചിലർക്ക് സൗമ്യത വരുന്നത്, അല്ലെങ്കിലൊക്കെ സൗമ്യത വരത്തില്ല. ചിലർക്ക് കള്ളും കഞ്ചാവും അടിച്ചു കഴിയുമ്പോൾ സൗമ്യത ഉള്ളത് നഷ്ടപ്പെട്ടു പോകും. ഇതെല്ലാം നമ്മുടെ കുടുംബത്തിനകത്ത് നിറവേറേണ്ടതാണ്. രക്തം ചെയ്യും. സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ ഭൂമി അവകാശമാക്കുമെന്ന് പറയുമ്പോൾ, സൗമ്യത ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയത്തുള്ളൂ. സൗമ്യതയില്ലെങ്കിൽ നിനക്കൊന്നും അവകാശമാക്കാൻ കഴിയത്തില്ല. നീ ഉണ്ടാക്കുന്നതെല്ലാം ഓട്ടസഞ്ചിയിലിട്ടതുപോലെ ആയിരിക്കും. പ്രൈസലോ. നമുക്ക് പരസ്പരം നമ്മളിൽ വളരേണ്ടത് സൗമ്യതയാണ്. നീ മറ്റൊരാളോട് സംസാരിക്കും, മറ്റൊരാൾ നിന്നോട് സംസാരിക്കും. പരസ്പരം സൗമ്യതയുണ്ടെങ്കിൽ അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ നമ്മുടെ രാജ്യം ഭാരതം ബ്രിട്ടീഷുകാരുടെ അധികാരത്തിൽ കിടന്നപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിപ്ലവത്തോടും തോക്കിന്റെ പനിയാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങാം എന്ന് കരുതി. അല്ലേ? അദ്ദേഹത്തിന്റെ ചിന്ത എങ്ങനെയായിരുന്നു? വലിയ വിപ്ലവം സൃഷ്ടിച്ച് തോക്കുമലയിലൂടെ കുന്തത്തിലൂടെ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് രക്തച്ചുരുട്ടിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. എന്നാൽ മഹാത്മാഗാന്ധിയുടെ തത്വം എന്തായിരുന്നു? സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കുമെന്ന് മഹാത്മാഗാന്ധി ചിന്തിച്ചു. കാരണം ഗാന്ധിജി ബൈബിൾ വായിച്ചു എന്ന് നമുക്കറിയാം. ഒരുപാട് നമ്മൾ കേട്ടിട്ട് പ്രസംഗിച്ചിട്ട് ഞാനും ഒരുപാട് പറഞ്ഞു. അപ്പം മഹാത്മാഗാന്ധി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം വായിച്ചപ്പോൾ ഗാന്ധിജിക്ക് മനസ്സിൽ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അതുകൊണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് രക്തച്ചൊരിച്ച് നടത്തി തോക്കിൻ പനിയാൽ യുദ്ധത്തിലൂടെ അല്ല നമ്മുടെ രാജ്യത്തെ പരാജയപ്പെടുത്തി നമ്മുടെ രാജ്യത്തെ പിടിച്ചെടുക്കേണ്ടത്. സൗമ്യതയോടെ നിന്ന് രക്തം ചൊരിയിക്കാതെ, രക്തം ചൊരിച്ചിലില്ലാതെ, ഒരു പടയില്ലാതെ, യുദ്ധമില്ലാതെ നമ്മുടെ രാജ്യത്തെ കൈവശമാക്കി എടുക്കാൻ കഴിയും, ഭൂമി അവകാശമാക്കാൻ കഴിയുമെന്ന് ഈ ഗാന്ധിജി ചിന്തിച്ചു. അതല്ലേ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമ്മളത് അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, സൗമ്യത ഭൂമിയെ അവകാശമാക്കുമെങ്കിൽ എന്തുകൊണ്ട് സൗമ്യതയുള്ളവരായി നിങ്ങൾക്ക് ജീവിച്ചുകൂടാ?
സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ ഭൂമിയെ കൈവശമാക്കുമെങ്കിൽ നിങ്ങൾക്ക് സൗമ്യതയോടെ എന്തുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല? അല്ലേരിയ, നിങ്ങളുടെ സൗമ്യത എവിടെ പോയി? അല്ലേരിയ, നിങ്ങളുടെ സൗമ്യത, നമ്മൾ ഈ സൗമ്യതയൊക്കെ വെളിപ്പെടുന്നത് എവിടെയാണെന്ന് പറയാം. നമ്മുടെ സൗമ്യതയൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ ചേരണം. ഇന്നത്തെ കാലത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസുകാരുടെ വെക്കിട്ട് കയറാൻ ഒരുങ്ങുക. നിയമം നടന്നായിരിക്കുന്നവരെ വെക്കിട്ട് കയറാൻ രാഷ്ട്രീയക്കാർക്ക് യാതൊരു മടിയില്ല. കാരണം ആമി സ്തോത്രം, ഒരുത്തൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഒരു കുടി പിടിച്ച് 2 ഈങ്കില വിളിച്ച് 2 ചിന്ത വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പിന്നെ ഒരു കഥയിട്ട് കഴിഞ്ഞാൽ, ഒരു വെള്ളം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും പാർട്ടിയുടെ സ്ഥാനത്ത് വന്ന് ഉത്തമ സ്ഥാനത്ത് കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നിയമാധികാരിയിലെ വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയക്കാരെയാണ് ഇന്നത്തെ തലമുറ കാണുന്നുണ്ട്. മക്കളിൽ പോലും സൗമ്യതയില്ല. ലേരിയ, സൗമ്യത ഉള്ളവരുണ്ടായിരുന്നു കേട്ടോ. അധികാരികളെ ബഹുമാനിക്കണം, നിയമത്തെ ബഹുമാനിക്കണം. പ്രൈസ്. ഞാനൊക്കെ ഒരുപാട് കോടതിയും കേസും കയറി ഇറങ്ങിയ ആളാണ്. ഞാനൊക്കെ കേസിൽ പിടിച്ച് കേസിലൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെല്ലാൻ പറഞ്ഞ് ഞാനവിടെ ചെല്ലുമ്പോൾ, അന്നത്തെ കാലഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ വളരെ ഭയത്തോടെ സൗമ്യതയോടെ നിൽക്കാം. നമ്മൾ പേടിയുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും അല്ല കേട്ടോ, പേടിയുണ്ട്. എന്നാൽ ഇന്നത്തെ ചില ആളുകൾ സൗമ്യതയോടെ നിൽക്കുന്ന ഈ നമ്മുടെ നിയമാധികാരികളെ മുമ്പിൽ നാം സൗമ്യത. നമ്മൾ കോടതിയിൽ ചെന്നാൽ ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ജഡ്ജിയുടെ മുമ്പിൽ സൗമ്യതയോടെ നിന്നേ മതിയാവുള്ളൂ. അവിടെ സൗമ്യത ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴും കോടതിയിലൊന്ന് പോകണം. കോടതി കേസിലേക്ക് കോടതി പോയിട്ട് അവിടെ ജഡ്ജിയുണ്ട്, മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജിയുണ്ട്. ആ ജഡ്ജിയുടെ കീഴിൽ ആ കോടതിക്കകത്ത് ഒരുപാട് വക്കീലന്മാരുണ്ട്, ഗുമസ്തന്മാരുണ്ട്. അല്ലെങ്കിൽ കോടതിക്കകത്ത് മറ്റു ജീവനക്കാരുണ്ട്. അവരെല്ലാം ജഡ്ജി രാവിലെ ഈ 11 ചേപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവരെല്ലാം സൗമ്യതയുള്ളവരായിരിക്കും. സൗമ്യത ഇല്ലെങ്കിൽ അദ്ദേഹം സമ്മതിക്കും. അദ്ദേഹത്തിനൊരു പൊസിഷനുണ്ട്. അദ്ദേഹത്തിനൊരു പൊസിഷൻ, ജഡ്ജി അല്ലെ മജിസ്ട്രേറ്റ് ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷൻ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ അധികാരത്തെ നമ്മൾ മാനിക്കണം. അപ്പം സൗമ്യത. അപ്പം റോഡിൽ ചങ്ക് വിരിച്ച് നടന്നവനും റൗണ്ടി കെട്ടി മലപ്പുറം കത്തിക്കൊണ്ട് നടന്ന് ആയുധമെടുത്ത് പോരാടിയവനും അസഭ്യ വാക്ക് വിളിച്ചു പറഞ്ഞവനൊക്കെ വളരെ ക്രിമിനലൊക്കെ ഈ കോടതിയുടെ പ്രതിക്കൂട്ടിലേക്ക് കയറി നിന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ജഡ്ജിയുടെ മുമ്പിൽ സൗമ്യന. ലേരിയ, ഇല്ലെങ്കിൽ വിവരം അറിയും. പ്രയോജനം. ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനതൊക്കെ പറയുന്നത്. ഞാൻ ഒരുപാട് കോടതി കയറി ഇറങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും സൗമ്യനായിട്ട് നിന്നിട്ടുണ്ട്. പുറത്തിറങ്ങി നമ്മൾ ഭയങ്കര രാജാവാണ്. ലേരിയ എന്ന് പറഞ്ഞ് എന്നെ കിടക്കുന്ന നമ്മുടെ ജഡ്ജിയുടെ മുമ്പിൽ നമ്മൾ സൗമ്യനായിട്ട് നിൽക്കാൻ കഴിയുന്നെങ്കിൽ നമ്മുടെ ന്യായവിസ്താര കോടതി, യഥാർത്ഥ ന്യായവിസ്താര കോടതി, നമ്മെ ന്യായം വിധിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വിസ്താരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സിംഹാസനം നമ്മളെ ന്യായം വിധിച്ച് നമുക്ക് നിത്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഭൂമിയിലും നമ്മൾ സൗമ്യതയുള്ളവരായിരിക്കണം. ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ സൗമ്യതയാണ് നമ്മെ നിത്യത്തിലേക്ക് നയിക്കുന്നത്. അല്ലെങ്കിൽ ന്യായം വിധിക്കുമ്പോൾ തന്റെ വലത്തുള്ളവരോട്, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള കൽപ്പന നമ്മുടെ ജഡ്ജിയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മൾ കേൾക്കണമെങ്കിൽ ഇവിടെ നമ്മൾ സൗമ്യതയോടെ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സൗമ്യതയാണ് നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ട ഏറ്റവും നല്ല സ്വഭാവം. ഹല്ലേലൂയ. അപ്പൊ സൗമ്യത നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, സൗമ്യത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഗാന്ധിജി അഹിംസയിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും ഹല്ലേലൂയ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടി രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയതുപോലെ നമ്മൾ എവിടെയൊന്നും മൗനമായി ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ സംഗീതത്തിലൊക്കെ മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശബ്ദിക്കേണ്ടടുത്ത് ശബ്ദിക്കണം, മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കണം. ചില ആളുകൾ വായങ്ങോട്ട് അടയ്ക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, വളരെ ആളുകളും അയൽ വീട്ടിൽ പോയിരുന്ന് കുറ്റം പറയുന്നവരാ, നുണ പറയുന്നവരാ. ഹല്ലേലൂയ. മറ്റുള്ള നുണ പറഞ്ഞു, കുറ്റം പറഞ്ഞു, മറ്റുള്ളവർക്ക് സ്റ്റേഷന് പറഞ്ഞും ചുറ്റുവട്ടത്തുള്ളവരെ അസഭ്യ വാക്ക് വിളിച്ചു പറഞ്ഞവരെ അവരെ ആവശ്യമില്ലാതൊക്കെ വിളിച്ചു പറഞ്ഞില്ല. ചിലർക്ക് കിടക്കാൻ പറ്റില്ല. ചിലരുടെയൊക്കെ ചിന്ത, ഞാൻ അങ്ങ് നാട്ടിലെ രാജാവാണ്, ഞാൻ നാട്ടിലെ വലിയ പ്രമാണിയാണ്, എന്നെ കഴിഞ്ഞ് ആരുമില്ല, എന്റെ മുമ്പിൽ എല്ലാവർക്കും പേടിയാ, ഞാൻ വേണ്ടിയ മറ്റാരും മിണ്ടത്തില്ല എന്ന് അഹങ്കരിക്കുന്ന കുറച്ച് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട് ദേശത്ത്. അവര് ദേശത്ത് പാർക്കുന്നിടത്തോളം കാലം ആ ദേശത്ത് സമാധാനമില്ല.
അല്ലേരിയ. അങ്ങനെയുള്ള കുടുംബത്തിന്റെ അയൽവക്കത്ത് ജീവിക്കുന്നവർ പോലും അല്ലേരിയ ഗതി പിടിക്കത്തില്ല. അഹങ്കാരികൾ എന്ന് പറഞ്ഞാൽ അവർ പിശാചിനെ നയിക്കപ്പെടുന്നവരാ. അല്ലേരിയ. സാത്താന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ കിടക്കുന്നത്. അല്ലേ? അവർക്ക് കൊമ്പുണ്ട്, അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാം, പക്ഷെ അവരുടെ പ്രവൃത്തിയിലൂടെ കാണാൻ കഴിയും. ചില ആളുകൾ എന്നോടും മിണ്ടത്തില്ല, എന്നോടും മിണ്ടേ കാണിക്കുക, എന്നോടും മിണ്ടേ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്ന ചില ആളുകളെ കാണത്തില്ലേ? അല്ലേലിയ. ഇനി കേൾക്കുന്ന മാതാപിതാക്കളെ നമ്മളൊന്ന് മാനസാന്തരപ്പെടണം കേട്ടോ. നമ്മളൊന്ന് മാനസാന്തരപ്പെട്ട് മടങ്ങുക. മാനസാന്തരം മടങ്ങി വന്ന് നമുക്ക് സൗമ്യനായിട്ട് ജീവിക്കാൻ കഴിയട്ടെ. ഈ ലോക ജീവിതമൊക്കെ താൽക്കാലിക. അത് അല്ലേലിയ. അത് വെറുതെ കളങ്കപ്പെടുത്തരുത്. അല്ലേലിയ. സ്തോത്രം. വെറുതെ കളങ്കപ്പെടുത്തരുത്. ആദ്യ ഭവനത്തിനകത്ത് സൗമ്യതയോടുകൂടി സംസാരിച്ചു പഠിക്കണം. മാതാപിതാക്കൾ ഭാര്യ ഭർത്താവ് സൗമ്യതയോടുകൂടി സംസാരിച്ചു, മക്കളോട് സൗമ്യതയോടുകൂടി സംസാരിച്ചു പഠിക്കണം. ഇന്നത്തെ മക്കളൊക്കെ എന്താ, അപ്പൻ്റെ അമ്മയുടെ തല കടിച്ച് കയറും, തലയടിച്ച് പൊട്ടിക്കും അപ്പൻ്റെ അമ്മയുടെയും. ചില മക്കളൊക്കെ അപ്പനോടും അമ്മയോടും സംസാരിക്കുന്നത് കേട്ടാൽ അല്ലേരിയ. അങ്ങനെയൊക്കെയാ ചിലരൊക്കെ. അല്ലേരിയ. നമുക്ക് സൗമ്യത ആവശ്യമാകട്ടോ. അല്ലേരിയ. സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കുവെന്ന് കർത്താവായ യേശുക്രിസ്തു ഗിരിപ്രഭാഷണം എഴുതുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ സങ്കീർത്തനക്കാരനായിരിക്കും ദാവീദ് 37-ാം സംഗീതം രേഖപ്പെടുത്തി വെച്ചു. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കുമെന്ന്. അല്ലേലിയ. സൗമ്യത ഉണ്ടെങ്കിൽ നിനക്കെല്ലാം കൈവശമാക്കാൻ കഴിയുള്ളൂ. അല്ലേലിയ എന്ന് പറഞ്ഞ് ഈ വാക്യം വായിക്കുക. സൗമ്യതയുള്ളവരാണ് ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ. സൗമ്യതയുള്ളവരാണ് ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ. സൗമ്യതയുള്ളവരാണ് സ്വർഗരാജ്യത്തിലെ അവകാശികൾ. സൗമ്യതയുള്ളവരാണ് ഭൂമിയിലെ ശ്രേഷ്ഠന്മാർ. അല്ലേലിയ. അപ്പൊ പറയണം, സമാധാനമില്ലാത്ത ലോകത്തിൽ ദൈവത്തിന്റെ സമാധാനം കൊണ്ട് അവരുടെ ഹൃദയം അല്ലേലിയ നിറയും. സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ, സമാധാനമില്ലാത്ത കുടുംബത്തിനകത്ത്, സമാധാനമില്ലാത്ത ജീവിതത്തിന്റെ എല്ലാ അന്തരീക്ഷ മേഖലയിലും, അത് ആരാധനയ്ക്ക് പോയാലും പ്രാർത്ഥനയ്ക്ക് പോയാലും, നീ ജോലി സ്ഥലത്തായിരുന്നാലും, അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് സംസാരിക്കും, ഭാര്യ ഭർത്താക്കൾ സംസാരിക്കും, ഏത് സാഗരത്തിലായിരുന്നാലും സമാധാനം നഷ്ടപ്പെട്ടു പോയ ഭൂമിയിൽ അല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനത്താൽ നിന്റെ ഹൃദയം നിറഞ്ഞു കഴിയുമ്പോൾ, ആ സമാധാനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആത്മാവിന്റെ ഫലമായിരിക്കുന്ന സൗമ്യത നിന്നിൽ വെളിപ്പെടാൻ തുടങ്ങും. അല്ലേലിയ. നീ മുഖാന്തര പ്രശ്നമുണ്ടാക്ക, നീ ഒരു പ്രശ്നക്കാരനായി മാറരുത്, നീ പ്രശ്നക്കാരിയായി മാറരുത്. നിന്റെ സൗമ്യത സകല മനുഷ്യർ മാറിയത്തക്ക നിലയിൽ ക്രിസ്തുവിന്റെ സമാധാനം നിന്റെ ഉള്ളത്തിൽ നിറയുവാൻ നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. രക്തജയം. ഈ ലോകത്തിന്റെ പാപസുഖത്ത് വീട് ലോകത്തിൽ നീയാണ് വലിയവൻ, എന്നേക്കാൾ വലിയവനില്ല എന്നുള്ള അഹങ്കാരത്തിന്റെ ചിന്തകൾ കൊണ്ട് അഹങ്കരിക്കുന്ന സ്വഭാവി, അഹങ്കരിക്കുന്ന സഹോദര സഹോദരി, നിനക്ക് സ്വർഗരാജ്യത്തിന്റെ പടി പോലും കാണാൻ കഴിയില്ല. സ്വർഗരാജ്യത്തിൽ നീ ചേരണമെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ സൗമ്യത വെളിപ്പെടണം. സൗമ്യത എന്ന് പറയുന്ന ഒരു അലങ്കാരമായി കാണിക്കുന്നതല്ല. അല്ലേലിയ. ഭൂമി പലതും അലങ്കരിക്കും, വീടുകൾ അലങ്കരിക്കും, ലൈറ്റുകൾ ഇട്ട് നല്ല തോരണങ്ങൾ തൂക്കിയൊക്കെ വീടുകൾ അലങ്കരിക്കാറുണ്ട്. നല്ല ലൈറ്റൊക്കെ ഇന്നത്തെ കാലഘട്ടം ഒരുപാട് ഇലക്ട്രിക് സംവിധാനങ്ങൾക്ക് നല്ല ലൈറ്റുകളൊക്കെ വീടിന് ഒരുപാട് അലങ്കരിക്കാറുണ്ട്. വിവിധ നിലകളിൽ നമ്മൾ വിവിധ അലങ്കാരങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ അലങ്കരിക്കുന്ന അലങ്കാരമല്ല നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത്. സൗമ്യത എന്ന് പറയുന്ന ആത്മാവിന്റെ ഫലം കൊണ്ട് നിന്റെ ജീവിതത്തെ അലങ്കാരത്തോടുകൂടി നിർത്താം. ഹല്ലേലൂയ. ആരുടെ മുമ്പിൽ നീ തല കുനിക്കുവാനല്ല പറയുന്നത്. തല ഉയർന്നു നിൽക്കണം. നീ എവിടെ തല ഉയർന്നു നിൽക്കണോ? ക്രിസ്തുവിന്റെ സമാധാനം നിന്റെ ഉള്ളിൽ നിറയട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിന്റെ ഉള്ളിൽ നിറയുമ്പോൾ നീ അറിയാതെ തന്നെ സൗമ്യത നിന്റെ ഉള്ളിലേക്ക് ദൈവം പകരാൻ തുടങ്ങും. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഏത് പ്രശ്നങ്ങൾ നടുവിലും നമ്മൾ അതിനെ അതിജീവിക്കാൻ കഴിയണം. ഏത് പ്രതികൂലത്തെയും അതിജീവിക്കാൻ കഴിയണം. ഏത് പ്രതിസന്ധികളിലും തളരാതെ
നിൽക്കുവാൻ കഴിയണം. ജീവിതം എടുത്ത് നിരാശയുടെ നടിയുടെ, സങ്കടത്തിന്റെ നടിയുടെ, കണ്ണുനീരിന്റെ നടിയുടെ മരണം മാത്രമേ ഇനി ജീവിതത്തിലുള്ളൂ. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ച എന്നൊക്കെ കരുതി യാത്ര ചെയ്യുന്ന ശ്രോതാവേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് പറയുന്ന ദൂത്, ആമീൻ, സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ നിന്റെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിന്റെ സമാധാനം നിറഞ്ഞാൽ, ആമീൻ, ഇന്ന് നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ സാത്താന്യ ശക്തികൾ നിന്നെ വിട്ട് അകന്നു പോകും, രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തെ അനുകരിക്കണം. മനുഷ്യനെ അല്ല നമ്മൾ അനുകരിക്കേണ്ടത്, ദൈവത്തെയാണ് അനുകരിക്കേണ്ടത്. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ നീ അനുഗമിച്ചെങ്കിൽ മാത്രമേ നിന്റെ ഉള്ളിൽ സമാധാനം നിറയുള്ളൂ. ജീവനുള്ള ദൈവമാണ് സമാധാനം നൽകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചുപോയ ആർക്കും, ജീവനില്ലാത്ത ഒന്നിനും നമുക്ക് സമാധാനം തരാൻ പറ്റത്തില്ല. ജീവനില്ലാത്ത ഒന്നിന് നമുക്ക് സമാധാനം തരാൻ പറ്റത്തില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാം, കാരണം എൻ്റെ ഭാര്യ, ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി, ഞങ്ങൾ 3 പേര് വളരെ സുഖസന്തോഷത്തോടു കൂടി ഞങ്ങൾ ജീവിച്ചൊരു കാലഘട്ടത്തിൽ പെട്ടെന്ന് എൻ്റെ ഭാര്യ എന്നെ വിട്ടങ്ങ് മരണപ്പെട്ടു. പെട്ടെന്ന് മരിച്ചറ്റാക്കാട്ട്. ആ മരണത്തോടു കൂടി, അല്ലെങ്കിൽ എനിക്ക് സൗമ്യത കിട്ടിയില്ല. അവൾ മരിച്ചതുകൊണ്ട് എനിക്ക് സൗമ്യത കിട്ടിയില്ല. ഞാൻ എൻ്റെ സൗമ്യത നഷ്ടപ്പെട്ടു പോയി. ഞാൻ ദുഃഖിതനായി മാറി, സങ്കടപ്പെട്ടു മാറി. കാരണം അവൾ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് ആ മരണം കൊണ്ട് എനിക്ക് സൗമ്യത തരാൻ പറ്റത്തില്ലെന്ന് ഞാൻ അവിടെയാണ് മനസ്സിലാക്കി. പിന്നെ ഞാൻ എന്താണ് ചെയ്തത്? അവൾ മരിച്ചതിന്റെ സങ്കടത്തിലും വിഷാദത്തിലും ഞാൻ ആയിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ സൗമ്യതയെ കൊണ്ടെത്തുന്നത് കർത്താവാണ്. അതുകൊണ്ട് അവൻ ജീവനുള്ളവന് മാത്രമേ സൗമ്യം തരാൻ പറ്റൂ. ജീവനില്ലാത്ത ഒന്നിനും സമാധാനം തരാൻ പറ്റത്തില്ല. അപ്പൊ എൻ്റെ വൈഫിന് എനിക്ക് സമാധാനം അല്ല, ഞാൻ മരിച്ചു പോയില്ലേ, നിങ്ങൾ ഇനി കരയണ്ട, കണ്ണീരൊക്കെ, നിങ്ങൾ മോളോട് സന്തോഷമായിട്ട് ജീവിക്കണമെന്നും ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി പറഞ്ഞില്ല. ജീവനില്ലല്ലോ. അതുകൊണ്ട് ജീവനുള്ള കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിനക്ക് തരിക. അത് ലോകം തരുന്നത് പോലെയല്ല. ഞാൻ ജീവനുള്ള ദൈവമാണ്. എൻ്റെ സൗമ്യത നിന്റെ ഉള്ളിൽ നിറയട്ടെ. ആ സൗമ്യത ലോകം അറിയട്ടെ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സമാധാനം ഉള്ളിൽ വന്നപ്പോഴാണ് എനിക്ക് സൗമ്യത യഥാർത്ഥമായി കിട്ടിയത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, ജീവനില്ലാത്ത ഒന്നിനും നിനക്ക് സൗമ്യത തരാൻ കഴിയില്ല. നീ സൗമ്യതയുള്ളവനെ മാറണമെങ്കിൽ രക്തം ചെയ്യും. സൗമ്യതയുള്ളവളായി മാറണമെങ്കിൽ നീ ജീവനുള്ള ദൈവത്തെ തന്നെ സ്തുതിക്കണം, അനുഗമിക്കണം, രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ജീവിതത്തിലൊന്ന് പഠിക്കുന്നത് നല്ലതാകട്ടോ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ കർത്താവ് നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ ശ്രേഷ്ഠമായതാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ സൗമ്യതയെക്കുറിച്ച് പറയും. പഴയ നിയമത്തിൽ തന്നെ സൗമ്യതയുള്ള മനുഷ്യനെ കുറിച്ച് ആമീൻ നമ്മുടെ യഹോവയായ ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആമീൻ സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ, സ്വതം മോശെ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. മോശയുടെ ഭാര്യ അലസിപ്പോറ മരിച്ചതിന് ശേഷമായി മോശ ഒരു കൂശ്യസ്ത്രീയെ വിവാഹം കഴിച്ചു. ആ കൂശ്യസ്ത്രീയെ വിവാഹം കഴിച്ച മുഖാന്തരം മോശയുടെ പെങ്ങൾ മിരിയാം ഒരുപാട് പിറുപിറുപ്പുകാരായി മാറി. ആ പിറുപിറുപ്പിന്റെ നടുവിലും മോശയെ നോക്കിയിട്ട് ഹോബിയായി ദൈവം പറഞ്ഞു, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യനും അതിസൗമ്യനായിരുന്നു. മാത്രമല്ല, അല്ലേലും എന്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. വിശ്വസ്തത ആത്മാവിന്റെ പരമാണ്, അല്ലെങ്കിൽ സൗമ്യത ആത്മാവിന്റെ. അപ്പം മോശ പഴയ നിയമത്തിൽ മോശ വളരെ സൗമ്യനായിരുന്നു. അല്ലെങ്കിൽ മോശ വളരെ സൗമ്യനായിരുന്നു എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ സൗമ്യതയുള്ള അമേലൊരു ഒരു അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന അല്ലേലിയ 6 ലക്ഷം പുരുഷന്മാരുടെ ഭാര്യമാരുടെ മക്കൾ, അല്ലേലിയ മാത്രമല്ല സമ്മിശ്ര ജാതി വലിയൊരു കൂട്ടം, ആമിൽ എണ്ണത്തിൽപ്പെടാത്ത ലീഗർ, അങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 40 ലക്ഷത്തോളം വരുന്ന ജനത്തെ ഒന്നിച്ചു നിന്ന് നടത്തിക്കൊണ്ടുവന്ന ഒറ്റ നേതാവാണ് മോശ എന്ന് പറയുന്ന മനുഷ്യൻ. മോശയ്ക്ക് ഇതിന് സാധിച്ചത് എന്തുകൊണ്ടാണ്? മോശയുടെ ഉള്ളിൽ ദൈവം കൊടുത്ത സൗമ്യതയാണ്. നല്ല സൗമ്യതയുള്ള നേതാവ് എന്നുള്ള നിലയിൽ മോശ ഇസ്രായേൽ ജനത്തെ വഴി നടത്തി. ഹല്ലേലൂയ.
അപ്പൊ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നമ്മളിൽ 40 ലക്ഷം പേരെ വഴി നടത്താൻ മോശയ്ക്ക് കഴിഞ്ഞ സൗമ്യതയാ. ഇന്നും 4 പേര് നടക്കുന്ന കുടുംബത്തെ നേരായിട്ട് നടക്കുന്ന സഹോദരൻ നിനക്ക് കഴിയുന്നുണ്ടോ? നീ നിന്റെ ഭാര്യ നിന്റെ മക്കളും അടങ്ങുന്ന കുടുംബത്തിനകത്ത്, നീ നിന്റെ അപ്പനും അമ്മയും കൂടെ അടങ്ങുന്ന, ഇനി അമ്മായിയും വരും അടങ്ങുന്ന കുടുംബത്തിനകത്ത് ആ കുടുംബത്തെ നയിക്കുവാൻ നിനക്ക് സൗമ്യത നിന്റെ കുടുംബത്തിനകത്തുണ്ടോ? 40 ലക്ഷം പേരെ നടത്തിയ മോശ ഇവിടെ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പൊ മോശ നല്ല മാതൃകയുള്ള മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. ആകയാൽ ഏകദേശം ഇത്രയും ജനത്തെ 40 വർഷം മരുഭൂമി സ്നേഹത്തോടും ക്ഷമയോടും കൂടി നടത്തിക്കൊണ്ട് വന്നവൻ അവന്റെ സഹോദരിയായ മിരിയാം മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു, കലഹം ചെയ്തു. അവൾ എന്ത് ചെയ്തു? കുഷ്ഠരോഗിയായി മാറി. കുഷ്ഠരോഗിയായി അവൾ മാറിക്കഴിഞ്ഞപ്പോഴും ആമേൻ സ്തോത്രം, മോശയുടെ ജ്യേഷ്ഠൻ നഗരോൻ അഥവാ മിരിയാമിന്റെ സഹോദരൻ മൂത്ത ജ്യേഷ്ഠൻ നഗരോൻ മോശയുടെ അരികിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, യജമാനനെ, നമ്മുടെ സഹോദരി കുഷ്ഠം പിടിച്ച്, അതുകൊണ്ട് അവൾക്ക് സൗഖ്യം വരുത്തണം, നീ യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് മോശയോട് ഹല്ലേലൂയ ആഹ്വരവൻ പറഞ്ഞപ്പോൾ മോശ സൗമ്യനായതുകൊണ്ട്, അതിസൗമ്യനായിരുന്നുകൊണ്ട്, ദൈവഭവനത്തിലൊക്കെ ഈ വിശ്വസനായിരുന്നതുകൊണ്ട് മോശ യഹോവയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മിരിയാമിന്റെ കുഷ്ഠത്തെ ദൈവം മാറ്റിക്കൊടുത്തു. ശ്രോതാവി, നീ സൗമ്യതയുള്ളവളാണെങ്കിൽ, സൗമ്യതയുടെ ആത്മാവിനാണ് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ രോഗികൾ വരെ സൗഖ്യം പ്രാപിക്കും. ലേലിയ, സൗമ്യതയുടെ ആത്മാവിനാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ രോഗികൾ വരെ സൗഖ്യം പ്രാപിക്കും. രക്തക്ഷയം. ലേലിയ, നീ ശരീരം മുഴുവൻ രോഗം വെച്ച് നടക്കുക. ശരീരം മുഴുവൻ രോഗമാണ്. രോഗം നിന്നെ അലട്ടിക്കൊണ്ട് നിന്റെ ശരീരത്തിൽ ഒട്ടും സൗഖ്യമില്ല. എന്തുകൊണ്ടാണ്? നിനക്ക് സൗമ്യത ഇല്ലാത്തതുകൊണ്ട് നിനക്ക് സൗഖ്യമില്ല. നമ്മുടെ സൗമ്യത നഷ്ടപ്പെടുമ്പോൾ ഹൃദയത്തിന്റെ അന്തർഭാഗത്തും മുറിവുകൾ തുടങ്ങും. ഹൃദയത്തിന്റെ അന്തർഭാഗത്തുള്ള മുറിവുകൾ നിന്നെ വേദനിപ്പിക്കുന്നത്, മാരകമായി ഡിപ്രഷനിലേക്ക് നിന്നെ കൊണ്ടുപോകും. മാത്രമല്ല, നിന്നെ വലിയ മാനസിക ദുഃഖത്തിലേക്ക് കൊണ്ടുപോകും. അത് പിന്നെ വലിയ മാരകമായ രോഗമായി മാറും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, സൗമ്യത ഉണ്ടാകണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് ദൈവ സമാധാനം നിറയട്ടെ. കുടുംബത്തിനകത്ത് സ്നേഹം നിറയട്ടെ, സന്തോഷം നിറയട്ടെ. നിങ്ങളുടെ കുടുംബത്തെ സൗമ്യതയോടെ നടത്താൻ കഴിയണം. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് നീ നിന്റെ അപ്പനും മക്കളും ഭാര്യയും ഒന്നിച്ചിരുന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ആരുണ്ടോ അവരെല്ലാം കൂടി ഒന്നിച്ചിരുന്ന് സൗമ്യതയുടെ ആത്മാവിൽ ദൈവത്തെ പാടി സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. സ്നേഹത്തോടുകൂടി നന്ദിയോടെ ദൈവം ചെയ്ത നന്മകൾ പറഞ്ഞ് ദൈവത്തെ രാവിലെ പ്രഭാതത്തിൽ സ്തുതിക്കണം. വൈകിട്ട് ഒന്നിച്ചു വന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കണം. സൗമ്യതയുടെ ആത്മാവിൽ നിങ്ങൾ നിറയപ്പെടണം. അല്ലെങ്കിൽ എപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും എന്ന് പറയുന്നത്? രക്തം ചെയ്യും. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ ഈ സൗമ്യതയാണ് വേണ്ടത്. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഇവിടുത്തെ യേശു ക്രിസ്തുവിൽ സൗമ്യതയുടെ ഫലം അധികമായി കാണപ്പെട്ടുവെന്ന് നമുക്ക് വേദപുസ്തകം കാണാൻ കഴിയും. അല്ലേ? ഈ സൗമ്യത കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിൽ ഇത് വെളിപ്പെടുത്തിയതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. അപ്പൊ യേശു ക്രിസ്തു സൗമ്യനായിരുന്നു എന്നും തന്റെ ക്രൂശ് മരണത്തിലൂടെ ആ സൗമ്യത വെളിപ്പെടുമെന്നും യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് പ്രവാചകൻ രേഖപ്പെടുത്തി വെച്ച് യേശു ക്രിസ്തുവിൽ വെളിപ്പെടുന്ന സൗമ്യതയെ കുറിച്ച് എവിടെയാണ് രേഖപ്പെടുത്തത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും സവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ള ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എന്റെ ജനത്തിന്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവന്റെ തലമുറയിലാൽ വിചാരിച്ചു. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോട് കൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ കണ്ട യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച്, ക്രൂശിൽ സംഭവിക്കുന്ന ആ സൗമ്യതയെക്കുറിച്ച് പ്രവാചകൻ രേഖപ്പെടുത്തി വെച്ചു. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, യേശുക്രിസ്തുവിന്റെ ആ ക്രൂശിനെ മരണത്തിൽ പരിപൂർണമായ സൗമ്യതയാണ് വെളിപ്പെട്ടത്. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. നമ്മളൊന്ന് തന്നെത്താൻ താഴ്ത്തി
എല്ലായിടത്തും നമ്മുടെ വായി തുറക്കരുത്. എല്ലായിടത്തും വായി തുറന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിന് കാരണമായി. ചിലരെങ്കിലും ഇല്ലാത്ത വിഷയങ്ങളെ കീറിയേക്കും. അവരെ ബാധിക്കുന്ന വിഷയമൊന്നുമില്ല, അവർ ചില വിഷയങ്ങളൊക്കെ കീറിയേറ്റിട്ട് അവരവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും. അല്ലെ, അങ്ങനെയുള്ള കണ്ടിട്ടുണ്ടോ? ഞാനാണോ വലിയ, ഞാൻ പറഞ്ഞാൽ പിന്നെ ആരുമില്ല, ഞാൻ പറഞ്ഞെല്ലാം അങ്ങ് നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്ന ചില അഹങ്കാരികളുണ്ട്. അഹങ്കാരികളായിരിക്കും ചില ആണുകൊണ്ട് പെണ്ണുകൊണ്ട്. അവരിങ്ങോട്ട് വന്നിട്ട് ഞാൻ അങ്ങോട്ട് അവരെ ബാധിക്കാത്ത വിഷയമൊക്കെ അവരെ ഏറ്റെടുക്കും. അവരെ ബാധിക്കാത്ത വിഷയമൊക്കെ ഏറ്റെടുത്തിട്ട് വെറും അഹങ്കാരികളെ പോലെ, താന്തോന്നികളെ പോലെ സംസാരിച്ച ദേശത്തിന്റെ സൗമ്യത സമാധാനത്തെ കെടുത്തിക്കളയുന്ന ചില സാത്താന്റെ ശക്തികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില സാത്താന്റെ മക്കളെ. അല്ലേലിയ. സൗമ്യത നിന്റെ ഉള്ളിലുണ്ടാകട്ടെ. നീ യേശുവിനെ പോലെ സൗമ്യത ഉണ്ടാകട്ടെ. നീ ആരായിരുന്നാലെന്നാ, നീ എന്തായാലും നീ എനിക്ക് എന്ത് കോമ്പുണ്ടെന്ന് പറയേണ്ടത് കാര്യമിരിക്കുന്നത്. നീ ഒരു പക്ഷെ പറയും എനിക്ക് വലിയ കോമ്പുണ്ട്, ഞാൻ അങ്ങ് വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാ, ഞാൻ വലിയ കുടുംബത്തിലെ, ഞാൻ ആരാണെന്ന് അറിയാമോ, എൻ്റെ പേരെന്തെന്നോ, എൻ്റെ അപ്പനമ്മോ എൻ്റെ സഹോദരങ്ങൾ ആരാണെന്ന് അറിയോ, ഞങ്ങൾ ആരാ. നീ ആരാണേലും ഇവിടെ എന്താ പ്രശ്നം? നീ ആരാണേലും നിനക്ക് കൊള്ളാം. പക്ഷെ നിന്റെ ഉള്ളിൽ സൗമ്യത ഇല്ലെങ്കിൽ, നീ സൗമ്യത ഉള്ളിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിന്റെ ഉള്ളിൽ വ്യാപിക സാത്താനാണ്, പിശാച്. മറ്റുള്ളവരുടെ വിഷയങ്ങൾ നിനക്ക് കയറിയാക്കേണ്ട കാര്യമില്ല, അത് അവർ ചെയ്ത് തീർത്തോളും. അല്ലേലിയ. ചില അഹങ്കാരികളൊക്കെ അങ്ങനെയുണ്ട് കേട്ടോ. രക്തം ചെയ്യും നമ്മുടേതല്ലാത്ത വിഷയങ്ങൾക്ക് വേണ്ടി അഹങ്കരിക്കുന്നവർ. ഇവിടെ യേശു ക്രിസ്തു എന്തായിരുന്നു? യേശുവിനെ തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ എതിർത്ത് അവൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന്, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമകത്രികളുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ വായെ തുറക്കാതെ ഇരുന്നു. എല്ലായിടത്തും വായ തുറക്കരുത്. അല്ലേലിയ. എല്ലായിടത്തും വായ തുറക്കാൻ ചിലപ്പം വായിൽ അല്ലെ പല്ലൊക്കെ കാണാതെ വരും. അല്ലേലിയ. അങ്ങനെയൊക്കെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അല്ലേ, ചിലക്കെ നമ്മൾ വായെ തുറന്ന് പൊളിച്ച വർത്തമാനാണ് പറയുന്നത്. അല്ലേ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനായി ജീവിക്കണമെങ്കിൽ അവന്റെ ഹൃദയത്തിനകത്ത് സൗമ്യത ഉണ്ടാകണം. അപ്പൊ യേശു ക്രിസ്തുവിൽ അത് വെളിപ്പെട്ടെന്നുള്ളതാണ്. അപ്പൊ അവൻ പീലാത്തോസിന്റെ മുമ്പിലും മഹാപുരോഹിതരുടെ മുമ്പിലും അവൻ എത്രമാത്രം ശാന്തനായി നിന്നു. അവന്റെ എല്ലാ കുറ്റങ്ങളും വിധിച്ച് അവൻ ഒരു വാക്കിന് ഉത്തരം പറയാതെ നിന്നുവെന്ന് മത്തായി 27:14 കാണുന്നുണ്ട്. അത് യേശു കാണിച്ച സ്നേഹവും യേശു കാണിച്ച സൗമ്യതയും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. മത്തായി 11:28 ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ച്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപി പിതാവി, സൗമ്യത നിന്റെ ഹൃദയത്തിൽ നിറയട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സൗമ്യത നിന്റെ കുടുംബത്തിനകത്ത്, സൗമ്യതയുള്ള ഭാഗ്യവാൻ ഭൂമിയെ കൈവശമാക്കും. സൗമ്യത നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാ പരാജയത്തിനും ജയിക്കാൻ കഴിയും. എല്ലാ പരാജയത്തെ, എല്ലാ പ്രതികൂലത്തെ, എല്ലാ കെട്ടുകളും വേദനകളും നിങ്ങൾക്ക് ജയിപ്പാൻ സൗമ്യത എന്റെ ഉള്ളിൽ വരട്ടെ. സൗമ്യതയില്ലാത്ത കർത്താവിന്റെ പ്രാർത്ഥി, ആ സൗമ്യത എന്റെ ഉള്ളിൽ നിറയ്ക്കണമേ. ആ സൗമ്യത ജീവിപ്പാൻ, സംസാരിപ്പാൻ, പ്രവർത്തിപ്പാൻ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞതിനോടൊപ്പം പ്രാർത്ഥി. പരിശുദ്ധ കർത്താവിന്റെ ദൈവമേ, പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് ചെറിയവരെയും വലിയവരെയും, ശൈശവത്തിലും ബാല്യത്തിലും കൗമാരം യുവനത്തിലും വാർത്തയിലും അനുഭവത്തിലും വശനിലും യാചകർ ഓഫിനെ ചോടരും തടവറയിലായിരിക്കുന്ന രാജ്യരാഷ്ട്ര ധനന്മാർ, രാജകുമാർ, പ്രധാനമന്ത്രി, ഗവർണർ, പട്ടാള മേധാവികൾ, കർത്താവ് ഞങ്ങളുടെ അധികാരികളെ, മതസാമൂഹിക സാംസ്കാരിക മീഡിയ രംഗം നിൽക്കുന്ന എല്ലാവരും ജാതി മതവർഗങ്ങളുടെ വ്യത്യാസമില്ലാതെ പുള്ളിലോട്ട് കൊട്ടാരത്തിവർക്കും എല്ലാ ഗോത്രഭാഗങ്ങളെ ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കുന്ന എല്ലാ ദ്വീപവാസികളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ നാളും മനുഷ്യ സൗമ്യയുടെ ആത്മാവിലേക്ക് മടങ്ങി വന്ന് സൗമ്യതയോടെ സംസാരിപ്പാൻ, സൗമ്യതയോടെ ജീവിപ്പാൻ, സൗമ്യയുടെ ആത്മാവ് വസിപ്പാൻ ഈ ജനത്തെ ഒരുക്കണമേ. കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളെല്ലാം ദൈവമക്കളെ, ദൈവദാസന്മാരെ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സുവിശേഷം മുഖാന്തരം പീഡ അനുഭവിക്കുന്ന ദൈവമക്കൾ സൗമ്യത നിറയട്ടെ. തീവ്രവാദി, ഭീകരവാദി, വർഗീയവാദികൾ കർത്താവ് മാനസാന്തരപ്പെട്ട സൗമ്യതയുടെ ആത്മാവിലേക്ക് മടങ്ങി വരുവാൻ ഈ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സകല മുഖത്ത് ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.